ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റംസീസ് ടേസ്റ്റി കിച്ചൺ. നമുക്കിന്നൊരു കിടിലൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ബിരിയാണി എല്ലാവർക്കും ഉണ്ടാക്കാറിയുന്നതാവും, എങ്കിലും കൂടി ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ കൂടുതലും മസാലപ്പൊടികളൊന്നും ചേർക്കാണ്ട് ആ മസാലക്കുത്തൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ബിരിയാണി, നല്ല ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാൻ നല്ല മട്ടൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേ മസാലയിൽ നമുക്ക് ബീഫും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. മട്ടൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എല്ലുള്ളതും എല്ലില്ലാത്തതായിട്ടുള്ള മീഡിയം പീസായിട്ട് എടുത്തിട്ടുണ്ട്. മട്ടൻ്റെ ഏകദേശം 1 കിലോ അടുത്തുണ്ട് കേട്ടോ. അത് ഞാൻ കുക്കറിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് വേവിച്ചെടുക്കാനായിട്ട്. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ. പിന്നെ ഇതിലേക്ക് 1/2 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. മട്ടനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ബീഫിലേക്കാണെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് വേവാനുള്ള പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതൽ ഒഴിക്കണ്ട കേട്ടോ, കാരണം മട്ടനിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഞാൻ സവാള, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം കുറച്ച് നെയ്യും അതുപോലെ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുന്തിരിയും ഞാൻ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സവാള എടുത്തിട്ട് ഞാൻ നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാനായിട്ട് 5 സവാള അരിഞ്ഞത്, പിന്നെ 3 തക്കാളി, പിന്നെ മല്ലിയില പുതിനയില അരിഞ്ഞത്, പിന്നെ 3 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 8 പച്ചമുളക് ചതച്ചത്. നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത നെയ്യ് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ബാക്കിയുള്ള നെയ്യ് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ചതച്ചത് കൊണ്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളക് അധികം എരിവൊന്നുമില്ല കേട്ടോ, അതാണ്. ഇനി ഞാൻ അരിഞ്ഞു വെച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂണ് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഗരം മസാല സ്പൈസസ് കൂടി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. പിന്നെ 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, എരിവിനനുസരിച്ച്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മല്ലിയില പുതിനയില അരിഞ്ഞത് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ ഫ്ലേവറാണ് നമ്മളെ ബിരിയാണിക്ക് കൂടുതൽ കിട്ടേണ്ടത്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മട്ടനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മസാല ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്നിട്ട് ഒരു 5 മിനിറ്റ് വേണ്ട, 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഈ മസാലയും പീസൊക്കെ ആയിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്. നന്നായി മിക്സായി വന്നിട്ട് നമുക്കത് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, പെരിഞ്ചീരകം ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. ഞാനൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ട് അരിഞ്ഞ് വെച്ചാണ്. നമ്മൾ എത്ര ബിരിയാണി ഉണ്ടാക്കുന്ന അതിനനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ജീരകശാല റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 3 ഗ്ലാസ് അരി അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഈ ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ അരി എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. ഞാൻ 5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 1/2 ഗ്ലാസ് മട്ടൻ വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മട്ടനിൽ നല്ല നെയ്യ് ഉണ്ട് അത്യാവശ്യം, അപ്പോൾ അത് കാരണമാണ് ഞാൻ ആദ്യം നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലും പുതിനയിലൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക.
എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു അര കഷ്ണം ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. അരിയൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക, നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ അതാ അത്യാവശ്യം കുക്കായി വന്നിട്ട് കേട്ടോ, ഒരു 1/4 ഭാഗം അപ്പോൾ അതാ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ബാക്കി ദമ്മിൽ കിടന്നിട്ടാണിത് വെന്ത് വരിക. നമുക്ക് ദമ്മിടാനായിട്ട് അതേ പാത്രത്തിൽ തന്നെ ഞാൻ അതിലത്തെ റൈസൊക്കെ മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെയാണ് ദമ്മിടുന്നത്. കുറച്ച് 6 kg ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുത്തിട്ട് മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കൂടുതലും മസാലയും റൈസൊക്കെ ഉണ്ടെങ്കിൽ 2 സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഒറ്റ സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും ഒക്കെ ഇട്ട് കൊടുക്കുക. ദമ്മി എല്ലാവർക്കും അറിയുന്നതാവുമല്ലോ അല്ലേ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. റൈസ് കൂടുതൽ കുക്കാവാൻ പാടില്ല കേട്ടോ. ഇതിപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി 6 kg ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നല്ല വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ഗരം മസാല പൗഡറും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ, പക്ഷേ കൂടുതലും മഞ്ഞൾ കളറാവും വിചാരിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാത്തത്. ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അരമണിക്കൂർ നമുക്ക് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. അപ്പോൾ അത് അരമണിക്കൂർ ഞാൻ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. നമുക്കിത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് തുറന്ന് നോക്കുകയാണ്. നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ റൈസൊക്കെ മാറ്റിയിട്ട് കാണിച്ചു തരാം. അതാ മസാലയും റൈസൊക്കെ ആയിട്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. റൈസൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നിച്ചിങ്ങനെ മസാലയും റൈസും കൂടി മിക്സാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കി കഴിക്കുക. ഞാനിതോടെ കുണ്ടം കൊട്ടുക എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ, നമ്മുടെ പഴയ രീതിയാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതേപോലെ ചെയ്യാണ്. കുറച്ച് ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് റൈസ് വെച്ച് പിന്നെ അതിൻ്റെ മുകളിൽ മസാലയും പീസും വെച്ച് പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും റൈസൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക, നന്നായി സെറ്റാക്കി എടുക്കുക. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഇതേപോലെ ഇങ്ങനെ കമിഴ്ത്തിയെടുക്കുക. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. നല്ല ഫ്ലേവറാണ് മട്ടൻ്റെ ഇതിൽ. കൂടുതൽ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ എത്ര ബിരിയാണി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസും നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. ഇതിലേക്കുള്ള ചമ്മന്തി, അച്ചാർ, സാലഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.